നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടകര മേൽപ്പാലത്തിൽ നിന്ന് യുവതി ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചു. മറ്റത്തൂർ സ്വദേശിയായ 20 വയസ്സുകാരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. യുവതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വൈദ്യുതി ബില്ലടച്ചില്ല. മുസ്ലിസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് ഊരി KSEB. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥയാണ്. 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല. മിനിമം മാർക്ക് നിർബന്ധം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം മിനിയേച്ചറിൽ പകർത്തി പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ്. സാധാരണക്കാരന് പോലും ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ 16 അടി നീളത്തിൽ 4 അടി വീതിയിലാണ് മിനിയേച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. കാട്ടാനക്കൂട്ടമിറങ്ങി പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജ പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം ഇറങ്ങിയത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്തു കയറിയ ആനക്കൂട്ടം അൾത്താരയിലെ ബലിപീഠം മറിച്ചിട്ടു. ഫാൻ, മൈക്ക്, സ്പീക്കർ, കസേരകൾ തുടങ്ങിയവ നശിപ്പിച്ചു. പഴുക്കര NSLP സ്കൂളിൽ കരനെൽ കൃഷി, പച്ചക്കറി കൃഷി എന്നിവ ആരംഭിച്ചു. നെൽകൃഷി അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാലയത്തിലെ സീഡ് അംഗങ്ങളാണ് കരനെൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ആദിവാസി സഹോദരങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നായി സ്വരൂപിച്ച അരി, പഞ്ചസാര, തേയില, റവ, പയർ, പരിപ്പ്, വസ്ത്രങ്ങൾ, ക്ലീനിംഗ് സാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകുന്നത്. വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തിക്കൊണ്ട് ഇനി ഇത്തരമൊരു ആഘാതം ഇല്ലാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയംസ് കുമാർ പറഞ്ഞു. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് 4 കോടി രൂപ ചെലവിൽ പുതുക്കി നിർമ്മിക്കുന്നു. ഏറെ നാളത്തെ ഒരു ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ഇതിന് പരിഹാരം കാണുവാനാണ് പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. KVHS എറിയാട് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ +2 വിഭാഗത്തിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ട് അപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.